ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് മൈസൂരിലുള്ള ചാമുണ്ഡി ഹിൽസിലുള്ള ചാമുണ്ഡീശ്വരി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ വന്നു. ഒത്തിരി പുരാതനമായ ക്ഷേത്രം. പിന്നെ ശക്തിപീഠങ്ങൾ 52 ശക്തിപീഠങ്ങളിൽ 8ാമതായിട്ടുള്ള ശക്തിപീഠമാണിത്. ഇത് ദേവിയുടെ കേശം വീണ സ്ഥലമാണ്. അറിയാമല്ലോ, നമുക്ക് ഓരോ ദേവിയുടെ ദേഹത്തിലുള്ള ഓരോ പാർട്ടും വീണത് ഓരോ ശക്തിപീഠമായിട്ടാണല്ലോ നമ്മൾ തൊഴുന്നത്. അതിൽ ഇത് മുടി വീണ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ മലകളുടെ ഭംഗിയിൽ, ഈ മലമുകളിൽ ഈ ക്ഷേത്രം വളരെ നമുക്ക് വന്നത് തന്നെ മഹിഷാസുരനെ വധിച്ചിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ വന്നത്. ഈ മഹിസൂറു എന്നുള്ള പേര് തന്നെ മഹിഷാസുരൻ്റെ പേരിലൂടെയാണ് ഇത് വരുന്നത്. ആ അസുരൻ ഭരിച്ചിരുന്ന സ്ഥലമാണ്. തുടർന്ന് നമ്മൾക്ക് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ദസറ വളരെ പ്രധാനമായിട്ട് മൈസൂറിൽ രാജകുടുംബം അവരുടെ കുലദേവതയായിട്ടാണ് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ആ ദസറ സെലിബ്രേറ്റ് ചെയ്യുന്നത് മൈസൂറിലാണ്. മഹിഷാസുരനെ വധിച്ച സ്ഥലമാണ് ഇത്. വന്നിട്ട് മഹാബലേശ്വര ക്ഷേത്രം ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതൊന്നും ആരും മിസ് ചെയ്യരുതേ. ഇതെല്ലാം കണക്റ്റഡായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. കണ്ടില്ലേ എത്ര അടുത്താണെന്ന്. ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതെടുത്തത്. ഇതൊക്കെ നമ്മൾ വന്ന് കണ്ടു തൊഴുക. വളരെ ഭംഗിയാണ് ഈ മലകളൊക്കെ കാണാനും എല്ലാം തന്നെ. ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ഫ്രണ്ട്സ്. ഇനിയും കുറേ വീഡിയോ ഇതിനെ കണക്റ്റഡായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. ആ സിറ്റിയുടെ ഭംഗി കണ്ട. ഇതൊരു വളരെ തണുപ്പുള്ളതും നല്ല ഭംഗിയുള്ളതും സ്ഥലമാണ്. നമ്മളുടെ ഒരു കാലത്ത് ഒരുപാട് ഹെറിറ്റേജ് ആ റോയൽ ടൗണായിട്ട് തന്നെ നമ്മൾ കാണാൻ പറ്റും. അകത്ത് പോയി കഴിഞ്ഞാൽ കുറേ പേര് കണ്ടതായിരിക്കും. എന്നാലും ഇനിയും വരിക, കാണുക. ഇതൊക്കെ നമുക്ക് പിന്നീട് കണ്ടാലും, ഞാനിതിപ്പോൾ എത്രയോ പ്രാവശ്യമായി, എന്നാലും എനിക്കിതൊക്കെ ഒന്ന് കാണുന്നത് വളരെ ഇഷ്ടമാണ്. ശക്തിപീഠം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ട് അവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.